1 അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. തെക്കോവിലെ ഇടയന്മാരിൽ ഒരുത്തനായ ആമോസ് യെഹൂദാ രാജാവായ ഉസിയാവിന്റെ കാലത്തും ഇസ്രായേൽ രാജാവായ യോവാസിന്റെ മകനായ യൊരോബെയാമിന്റെ കാലത്തും ഭൂകമ്പത്തിന് 2 സംവത്സരം മുമ്പേ ഇസ്രായേലിനെ കുറിച്ച് ദർശിച്ച വചനങ്ങൾ. അവൻ പറഞ്ഞതോ, യഹോവ സിയോനിൽ നിന്ന് ഗർജിച്ചു, യെരൂശലേമിൽ നിന്ന് തന്റെ നാദം കേൾപ്പിക്കും. അപ്പോൾ ഇടയന്മാരുടെ മേച്ചിൻപുറങ്ങൾ ദുഃഖിക്കും, കമേലിന്റെ കൊടുമുടി വാടിപ്പോകും. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ദമേസ്കിന്റെ 3-4 അതിക്രമം നിമിത്തം അവർ ഗിലെയാദിനെ ഇരുമ്പ് മെതിവടി കൊണ്ട് മെതിച്ചിരിക്കാൽ തന്നെ ഞാൻ ശിക്ഷ മടക്കിക്കളയില്ല. ഞാൻ ഹസാൽ ഗൃഹത്തിന് തീ അയക്കും, അത് ബൽഹാദിന്റെ അരമനകളെ ദഹിപ്പിച്ച് കളയും. ഞാൻ ദമേസ്കിന്റെ ഓടാമ്പൽ തകർത്ത് ആവേൻ താഴ്വരുന്ന നിവാസിയെയും ഏദൻ ഗൃഹത്തിന്ന് ചെങ്കോൽ പിടിക്കുന്നവനെയും ഛേദിച്ചു കളയും. അരാമ്യർ ബന്ധന്മാരായി കീറിലേക്ക് പോകേണ്ടി വരും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഗസയുടെ 3-4 അതിക്രമ നിമിത്തം അവർ ഏദോമിനെ ഏൽപ്പിക്കേണ്ടതിന് ബന്ധന്മാരായി ആ സകലം കൊണ്ടുപോയിരിക്കാൽ ഞാൻ ശിക്ഷ മടക്കിക്കളയില്ല. ഞാൻ ഗസയുടെ മതിലിനകത്തു തീ അയക്കും, അത് അതിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. ഞാൻ ആസ്തോയിൽ നിന്ന് നിവാസിയെയും അസ്കലോനിൽ നിന്ന് ചെങ്കോൽ പിടിക്കുന്നവനെയും ഛേദിച്ചു കളയും. എന്റെ കൈ എക്രോന്റെ നേരെ തിരിക്കും, ഫെലിസ്ത്യരിൽ ശേഷിപ്പുള്ളവർ നശിച്ചു പോകും എന്ന് യഹോവയായ കർത്താവ് അരുളിച്ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: സോരിന്റെ 3-4 അതിക്രമ നിമിത്തം അവർ സഹോദര സഖ്യത ഓർക്കാതെ ബന്ധന്മാരെ ആസകലം ഏദോമിനെ ഏൽപ്പിച്ചു കളഞ്ഞിരിക്കാൽ ഞാൻ ശിക്ഷ മടക്കിക്കളയുകയില്ല. ഞാൻ സോരിന്റെ മതിലിനകത്തൊരു തീ അയക്കും, അത് അതിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഏദോമിന്റെ 3-4 അതിക്രമ നിമിത്തം അവൻ തന്റെ സഹോദരനെ വാളോടുകൂടെ പിന്തുടർന്ന് തന്റെ കോപം സദാകാലം കടിച്ചു കീറുവാൻ തക്കവണ്ണം സഹതാപം വിട്ടുകളയുകയും ദേഷ്യം സദാകാലം വെച്ചുകൊള്ളുകയും ചെയ്തിരിക്കാൽ ഞാൻ ശിക്ഷ മടക്കിക്കളയുകയില്ല. ഞാൻ തേമാനിലു തീ അയക്കും, അത് ബ്രൊസയിൽ അരമനകളെ ദഹിപ്പിച്ചു കളയും. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: അമ്മോന്യരുടെ 3-4 അതിക്രമ നിമിത്തം അവർ തങ്ങളുടെ അതിർ വിസ്താരമാക്കേണ്ടതെന്ന് ഗിലെയാദിലെ ഗർഭിണികളെ പിളർന്നു കളഞ്ഞിരിക്കാൻ ഞാൻ ശിക്ഷ മടക്കിക്കളയുകയില്ല. ഞാൻ രബയുടെ മതിലിനകത്തൊരു തീ കത്തിക്കും, അത് യുദ്ധ ദിവസത്തിലെ ആർപ്പോടും പിസറുള്ള നാളിലെ കൊടുങ്കാറ്റോടും കൂടെ അതിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും. അവരുടെ രാജാവ് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും, അവനും അവന്റെ പ്രഭുക്കന്മാരും ഒരുപോലെ തന്നെ എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ബാധിക്കുമോ?